ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം അബുദാബിയിലാണുള്ളത്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി ഒരു ഈന്തപ്പന ബാക്കിലുണ്ട്. നല്ലൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. രണ്ട് സൈഡിലും ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങാണ്. അപ്പം കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ. ആദ്യമായിട്ടായിരുന്നു വിമാനത്തിൽ കയറിയത്. 5:20 നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അടിപൊളി എയർപോർട്ടായിരുന്നു. പുറകിൽ ഗാന്ധിജീൻ്റെ ഒരു ചിത്രം ഒരു എന്തോ ഒരു രീതിയിൽ അവിടെ അങ്ങനെ ചുമരുമ്മൽ ഞങ്ങൾ ഇരുന്നതിൻ്റെ ബാക്കിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവം. നല്ല എയർപോർട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ എയർപോർട്ടിൽ കയറിയത് കേട്ടോ. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയത്. പ്ലെയിനിൽ കയറാൻ പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ കുറച്ചവിടെ ഇരുന്നതിന് ശേഷം ഗേറ്റ് നമ്പർ 3, ഗേറ്റ് നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടിക്കറ്റിൽ ആ ഒരു ഗേറ്റ് നമ്പർ അടിച്ച ആളുകൾ അതിൻ്റെ അകത്തേക്ക് കയറുക, പിന്നെ എയർപ്ലെയിനിലേക്ക് പോവുക. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ 5,000 രൂപ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 5,000 രൂപ ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ മാറ്റി കേട്ടോ. അപ്പോൾ 5,000 രൂപ മാറ്റിയ സമയത്ത് കിട്ടിയത് 185 ദിർഹം, UAE ദിർഹം 155 ആണ് കിട്ടിയത്. കണ്ടില്ലേ? അപ്പോൾ അത് ഞാനിങ്ങനെ എണ്ണി നോക്കി. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു UAE ദിർഹം കൈ പിടിക്കുന്നത് കേട്ടോ. അങ്ങനെ 155 ദിർഹമാണ് കിട്ടിയത്. അറിയാലോ, നമ്മുടെ നാട്ടിലെ ക്യാഷ് എവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ സാധനം ഒരുപാടുണ്ടാവും, മൂല്യം ഉണ്ടാവും. അങ്ങനെ ഗൈസ്, ആദ്യമായിട്ട് ഞാൻ പ്ലെയിനിൽ കയറി ഇരുന്നു. ഞങ്ങളെ സീറ്റ് നമ്പറായ 22-ൽ കയറി ഞങ്ങൾ ഇരുന്നു കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഒരു റിലേറ്റീവ്, അതായത് അച്ഛൻ്റെ അനിയൻ്റെ മോനും കൂടി ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പ്ലെയിനിലെ സീറ്റിൽ ഞങ്ങൾ മുകളിൽ ബർത്തിൽ ബാഗൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നു. ഗുളു അറബിയിലും പല ലാംഗ്വേജിലായിട്ട് എന്തൊക്കെയാണ് അവിടുന്ന് പറയുന്നുണ്ട്, പ്ലെയിനിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റെഡ് ഇട്ടിട്ടുള്ള അവിടുത്തെ ക്യാബിൻ ക്രൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്, ബാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ പ്ലെയിനിലിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹം തോന്നി കേട്ടോ. ഒരുപാട് സീറ്റുകളുണ്ട്. 200, 250, 300 അങ്ങനെ എന്തൊക്കെ ലെവലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ആദ്യമായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് സീറ്റിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തൊന്ന് ഇങ്ങനെ നോക്കി. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ചിത്രത്തിന്റെ രൂപത്തിൽ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് മോഡ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ സീറ്റിന്റെ പുറകിലായിട്ട് ചെറിയൊരു ഘട്ടം ഒരു സ്കാനിങ് ബാർകോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണക്റ്റൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ അത് എങ്ങനെയാണ് കണക്റ്റ് ആവുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു കണക്കിന് കണക്റ്റ് ആയില്ല. എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നീണ്ട 4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അബുദാബിയുടെ മണ്ണിലേക്ക് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. അപ്പോൾ ഇതാണ് പുറത്തെ കാഴ്ചകൾ. അപ്പോൾ നീണ്ടൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. പുറത്തതാ ഒരു പ്ലെയിൻ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോഴിക്കോട് എയർപോർട്ടൊന്നും ഒന്നുമല്ല. അടിപൊളി സൗകര്യങ്ങളാണ് ഉള്ളിലുള്ളത്.
അങ്ങനെ ഞാൻ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു, ബാഗ് എടുത്തു, പുറത്തേക്ക് വന്നു. ഇതാണ് എൻ്റെ ബാഗ്. നാട്ടിൽ നിന്ന് വാങ്ങിയൊരു ബാഗായിരുന്നു. കുറച്ചും കൂടി വലുപ്പമുള്ള ബാഗ് വാങ്ങാമായിരുന്നു തോന്നി പാക്ക് ചെയ്യുന്ന സമയത്ത്, സാധനങ്ങൾ കൊള്ളാണ്ടായപ്പോഴേ. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ. അതിമനോഹരമായിട്ടുള്ളൊരു എയർപോർട്ട് തന്നെയാണ് അബുദാബി പുതിയ എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള കാറുമായിട്ട് റിലേറ്റീവും എൻ്റെ ഫ്രണ്ടും ഞങ്ങളെ കൂട്ടാൻ വന്നു. ആ കാറിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങും ഒക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി റോഡ് കേട്ടോ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ദൂരം യാത്ര ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. ഏകദേശം ഇവിടെ എത്തിയെന്നാണെന്ന് തോന്നുന്നത്, അങ്ങനെയാണോ അവൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇവിടെയുള്ള ഈ പഴങ്ങളെ കളർ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.